SSLC കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക്കിന്റെ ചാപ്റ്റർ ആണ് മക്കളെ. ഈ ഒരു ചാപ്റ്ററിലെ ലെറ്റസിലെ ആദ്യ ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാണ്. സോ ചോദ്യം വായിച്ചാലോ? ക്വസ്റ്റ്യൻ ഇതാണ്. A chain having 6 carbon atom is given below. 6 കാർബൺ ആറ്റങ്ങളുള്ള ഒരു ചെയിൻ ആണ് തന്നിരിക്കുന്നത്. Complete the structure by adding hydrogen atoms to each carbon atom. ഓരോ കാർബൺ ആറ്റത്തിലും ഹൈഡ്രജൻ ആറ്റം ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഘടന, ഈ സ്ട്രക്ചർ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഇതെന്താണ്? വരികയാണ്. റെഡി. അപ്പൊ നോക്കിക്കോ, ആദ്യത്തെ കാർബൺ ആറ്റം ഇതാണ് അല്ലെ. ഈ കാർബൺ ആറ്റത്തിന് ചുറ്റും എത്ര ബോണ്ട് ഉണ്ട് കുഞ്ഞുങ്ങളെ? ഒറ്റ വര അല്ലെ, ഒരു സിംഗിൾ ബോണ്ട് ആണുള്ളത്. കാർബണ് ചുറ്റും 1, 2, 3, 4 ബോണ്ടുകളാ പറ്റുക. കാർബണിന്റെ വാലൻസി 4 ആണ്. അതിൽ ഒരു ബോണ്ട് ഇതാ ഇവിടെ പോയി. അപ്പൊ ഇനി എത്ര ഹൈഡ്രജനും കൂടി വരാം? 1, 2, 3 ഹൈഡ്രജനും കൂടി വരാം. അപ്പൊ ഇവിടെ എന്താ വരിക? CH3. റെഡി. അടുത്തത് ഈ കാർബൺ ചുറ്റും 1, 2 ബോണ്ടുകൾ ഓൾറെഡി ഉണ്ട്. ആൻഡ് ഇനി എത്ര ബോണ്ട് കൂടെ പറ്റും? 2. അപ്പൊ 2 ഹൈഡ്രജൻ ആയിരിക്കും വരിക. സോ CH2. അടുത്ത ഈ ഒരു ഈ കാർബണ് ചുറ്റും 1, 2, 3 ബോണ്ടുകൾ ഉണ്ട് കുഞ്ഞുങ്ങളെ. അപ്പൊ കാർബണ് ചുറ്റും മൊത്തം 4 ആണ് പറ്റുക. ഇതിൽ 1, 2, 3 എണ്ണം പോയി. ഇനി ഒറ്റ ഒരെണ്ണം കൂടിയുള്ളൂ. അപ്പൊ ഒരു ഹൈഡ്രജൻ ആയിരിക്കും ഇങ്ങോട്ടേക്ക് വരിക. ആൻഡ് ഈ കാർബണ് ചുറ്റും ഓൾറെഡി ഒറ്റ ബോണ്ടേ ഉള്ളൂ. അപ്പൊ കാർബണ് ചുറ്റും മൊത്തത്തിൽ 4 ബോണ്ട് പറ്റും. അപ്പൊ ഇവിടേക്ക് 3 ഹൈഡ്രജൻ ആറ്റംസ് ആയിരിക്കും വരിക. സോ CH3. ആൻഡ് ഈ കാർബണ് ചുറ്റും 1, 2 ബോണ്ടുകളാണ്. മൊത്തം 4 ബോണ്ടാണ് കാർബൺ പറ്റുക. അപ്പൊ ഇനി 2 ബോണ്ട് കൂടെ പറ്റും. അപ്പൊ 2 ഹൈഡ്രജൻ ആറ്റംസ് ആയിരിക്കും വരിക. CH2. ആൻഡ് ലാസ്റ്റ് ഈ കാർബണ് ചുറ്റും ഓൾറെഡി ഒരു ബോണ്ടേ ഉള്ളൂ. മൊത്തം 4 ആണേ. ഇനി എത്ര എണ്ണം കൂടെ പറ്റും? 2, 3, 4. അപ്പൊ ഇവിടേക്കും ഹൈഡ്രജൻ വരും, ഇവിടേക്കും ഹൈഡ്രജൻ വരും, ഇവിടേക്കും ഹൈഡ്രജൻ വരും. അതായത് CH3. എന്താണ്? CH3. റെഡി. CH3. ഇത് CH2. ഓക്കെ അല്ലേ? ഇനി കംപ്ലീറ്റ് സ്ട്രക്ചർ ഒന്ന് നോക്കിയേ. നിങ്ങൾ സ്ട്രക്ചർ ഒന്ന് നോക്കിയേ. CH3, CH2, CH, CH3, CH അല്ലത് CH2. റെഡി. CH3. റെഡി അല്ലേ? ഓക്കെ അല്ലേ? കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ബി പാർട്ടിലെ ചോദ്യത്തിലേക്ക് നോക്കാം. ഈ സംയുക്തത്തിന്റെ തന്മാത്രാ സൂത്രം എഴുതുക. ഇതിന്റെ മോളിക്കുലാർ ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയാ മോളിക്കുലാർ ഫോർമുല എഴുതുക? 2 എന്താണോ? മാഞ്ഞു പോവാ. യെസ്. എങ്ങനെയാ മോളിക്കുലാർ ഫോർമുല എഴുതുക? എന്താണ് മോളിക്കുലാർ ഫോർമുല? എത്ര കാർബൺ ആറ്റങ്ങൾ, എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ, അല്ലെങ്കിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങൾ, എത്ര നൈട്രജൻ ആറ്റങ്ങൾ, ആരൊക്കെ ഈ കോമ്പൗണ്ടിലുണ്ടോ അവരുടെ മൊത്തം എണ്ണം എഴുതി കൊടുക്കണം. അതാണ് മോളിക്കുലാർ ഫോർമുല. നോക്കാം. ഇതിൽ കാർബൺ ഉണ്ട്. C കാർബൺ അല്ലേ? അപ്പൊ C എഴുതുക. C എന്ന് പറഞ്ഞാൽ കാർബണിന്റെ സിമ്പൽ. എത്ര കാർബൺ? 1, 2, 3, 4, 5, 6 കാർബൺ. സോ കാർബണിന്റെ Cയുടെ താഴെ കുഞ്ഞുങ്ങൾ 6 ഇടുക. ഇനി ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? എത്ര ഹൈഡ്രജൻ ആറ്റംസാ? ഹൈഡ്രജന്റെ സിമ്പൽ H. അപ്പൊ H എഴുതുക. എത്ര ഹൈഡ്രജൻ ആറ്റംസാ? 3, 3, 2, 5, 5, 3, 8, 8, 1, 9, 9, 2, 11, 11, 3, 14 അല്ലെ? 11, 3, 14. അപ്പൊ 14 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. സോ നമ്മൾ എങ്ങനെയാ മോളിക്കുലാർ ഫോർമുല എഴുതിയത്? C6H14 എന്നാണ് ഇതിന്റെ തന്മാത്രാ സൂത്രം, ഒരു മോളിക്കുലാർ ഫോർമുല. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. How many carbon atoms are there in the main chain of this compound? ഈ സംയുക്തത്തിന്റെ പ്രധാന ചെയിനിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഏതാണ് ഇതിന്റെ മെയിൻ ചെയിൻ, പ്രധാന ചെയിൻ, ലോങ് ചെയിൻ എന്നൊക്കെ അറിയണം. അപ്പൊ അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഏതാണ് ലോങ് ചെയിൻ എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, വളരെ ഈസിയാണ്. നിങ്ങൾ ഭയങ്കര ടഫാണ്, വളരെ ടഫാണെന്നൊന്നും കരുതണ്ട, ഈസിയാണ്. ജസ്റ്റ് കോമ്പൗണ്ട് നോക്കാം. ഈ കോമ്പൗണ്ടിൽ നമ്മൾ ഒരു പെട്ടി വരയ്ക്കാൻ പോവാണേ. ഈ പെട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പെട്ടിക്കുള്ളിലുള്ളതാണ് ലോങ് ചെയിൻ. അപ്പൊ പെട്ടിയുടെ പ്രത്യേകത, പെട്ടിക്കുള്ളിലായിരിക്കണം ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ. അപ്പൊ പെട്ടി ഇങ്ങനെ വരയ്ക്കാം, പെട്ടി ഇങ്ങനെ വരയ്ക്കാം, പെട്ടി ഇങ്ങനെ വരയ്ക്കാം. എങ്ങനെ വരച്ചാലും പെട്ടി മുറിഞ്ഞു പോകാനൊന്നും പാടില്ല കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്നും വരയ്ക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഇങ്ങനെ, നമ്മളിങ്ങനെ കുഞ്ഞു ക്ലാസ്സിലൊക്കെ, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ 0 കളിക്കുന്ന പോലെ മുറിഞ്ഞു പോകാൻ പാടില്ല. ഒന്നുകിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ, അങ്ങനെ പറ്റത്തുള്ളൂ. യെസ്. അങ്ങനെ നോക്കിയപ്പോൾ മിസ് നേരെ പെട്ടി വരച്ചു. ഇതാണ് ലോങ് ചെയിൻ എങ്കിൽ 1, 2, 3, 4 കാർബൺ ആറ്റങ്ങളാണ് ഇതിലുള്ളത്. ഓക്കെ, ഇനി ഇങ്ങനെ ഒന്ന് പെട്ടി വരയ്ക്കാൻ നോക്കി. ഇപ്പോഴോ 1, 2, 3, 4 കാർബൺ ആറ്റങ്ങളാണ് ഇതിലുള്ളത്. ഇനി ഞാൻ ഇങ്ങനെ ഒന്ന് പെട്ടി വരയ്ക്കാൻ നോക്കി. അപ്പോഴോ
1 2 3 4 5. അപ്പൊ 4 ആണോ 5 ആണോ വലുതെന്ന് ചോദിച്ചാൽ 5 ആണ് വലുത്. സോ ഏതാണ് നമ്മുടെ പെട്ടി എന്ന് പറയുന്നത്? ഇതാണ് കുഞ്ഞുങ്ങളെ, ഇതാണ് നമ്മളുടെ ബോക്സ്, ഇതാണ് നമ്മളുടെ ലോങ് ചെയിൻ വരയ്ക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? ലോങ് ചെയിനിനുള്ളിൽ ഏറ്റവും അധികം കാർബൺ ആറ്റങ്ങൾ കാണണം. ഇതാണ് ലോങ് ചെയിൻ അല്ലെങ്കിൽ മെയിൻ ചെയിൻ, പ്രധാന ചെയിൻ എന്നൊക്കെ ഇതിനെ വിളിക്കും. ഈ പ്രധാന ചെയിനിന് വെളിയിലുള്ളതെല്ലാം ബ്രാഞ്ചസ് ആണ്, ശാഖകളാണ്. അപ്പൊ ആരാണ് വെളിയിൽ കിടക്കുന്നത്? ഈ CH3 വെളിയിലാണ് അല്ലെ, ഈ CH3 വെളിയിലാണ്. അപ്പൊ ഈ CH3 ആരാണ് കുഞ്ഞുങ്ങളെ? ഈ CH3നെ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ച് അഥവാ ശാഖ എന്ന് വിളിക്കും. അപ്പൊ പ്രധാന ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 കാർബൺ ആറ്റം. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി. പ്രധാന ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ആരാണ് മെയിൻ ചെയിൻ? മെയിൻ ചെയിൻ ഈ ബോക്സ് ആണ്. ഈ ബോക്സിനുള്ളിൽ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ഉണ്ട്. അപ്പൊ എന്താ വേർഡ് റൂട്ട്? പദമൂലം എന്താണ്? മെത്, എത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ് അല്ലെ, പെന്റ് ആണ്. അപ്പൊ കുഞ്ഞുങ്ങൾ പെന്റ് എന്ന് എഴുതുക. 1 ആണെങ്കിൽ മെത്, 2 കാർബൺ ആണെങ്കിൽ എത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്, 5 കാർബൺ ആണെങ്കിൽ പെന്റ്. ഇനി എന്താ സഫിക്സ്? പിൻ പ്രത്യയം എന്താ? സഫിക്സ് എയിനാവാം, ഈനാവാം, ഐനാകാം അല്ലെ. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടുകളാണെങ്കിൽ എയിൻ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വന്നാൽ ഈൻ, ത്രിബന്ധനം ട്രിപ്പിൾ ബോണ്ട് വന്നാൽ ഐൻ. ഓക്കെ, അപ്പൊ ഇവിടെ കാർബണും ഇടയിൽ എല്ലാം സിംഗിൾ ബോണ്ടാ, ഒറ്റ വരയുള്ളൂ. സോ ഒറ്റ വരയുള്ളത് കൊണ്ട് എങ്ങനെ എഴുതാം? എയിൻ എന്ന് എഴുതാം, പെന്റെയിൻ. കഴിഞ്ഞോ? ഇല്ല. ഇനി ശ്രദ്ധിക്കുക, ഒരു ബ്രാഞ്ച് കൂടിയുണ്ട്. ആ ബ്രാഞ്ച് എത്രാമത്തെ കാർബണിലാ? ഒന്ന് എണ്ണിക്കേ. 1 2 3 4 5. തിരിച്ചെണ്ണിയാൽ 1 2 3 4 5. അപ്പൊ എങ്ങനെ എണ്ണിയാലും 3-ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. സോ നമ്മുടെ ബ്രാഞ്ച് വരുന്ന കാർബണിന്റെ നമ്പർ എന്താണ് കുഞ്ഞുങ്ങളെ? 3 ആണ്. 1 2 3 ആണ്. ആൻഡ് ബ്രാഞ്ചിന്റെ പേരെന്താ? CH3 എന്ന് പറഞ്ഞാൽ മീഥൈൽ ആണ് ബ്രാഞ്ച് അല്ലെ. 2 കാർബൺ ഉണ്ടെങ്കിൽ ഈഥൈൽ, 3 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊപ്പൈൽ, 4 കാർബൺ ഉണ്ടെങ്കിൽ ബ്യൂട്ടൈൽ. സോ ഇവിടെ CH3 ആണ് ബ്രാഞ്ച്. ശാഖയുടെ പേര് മീഥൈൽ. എത്രാമത്തെ കാർബണിൽ? 3-ാമത്തെ കാർബണിൽ. സോ എങ്ങനെയാണ് പേരിന്റെ സ്റ്റാർട്ടിങ് വരിക? 3-methyl pentane. 3-methyl pentane. റെഡി. ഇതാണ് നമ്മുടെ കോമ്പൗണ്ടിന്റെ പേര്, 3-methyl pentane. 5 കാർബൺ ആറ്റമാണ് മെയിൻ ചെയിനിൽ. കാർബൺ സിംഗിൾ ബോണ്ടുകളാണ്, അതുകൊണ്ട് എയിന്. 3-ാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു ബ്രാഞ്ച് മീഥൈൽ. റെഡി അല്ലേ? കോമ്പൗണ്ടിന്റെ പേര് 3-methyl pentane.